റഹ്മാൻ്റെ ആദ്യത്തെ നായിക സുഹാസിനിയാണെന്ന് ആലോചിക്കണം. സുഹാസിനിയുടെ ആദ്യത്തെ മലയാള സിനിമയുമാണെന്ന് ആലോചിക്കണം. ഈ രണ്ടു പേർക്കും മലയാളം അധികം അറിയില്ല, അധികം തീരെ അറിയില്ല. എന്നാൽ റഹ്മാൻ മലയാളിയാണ്, നിലമ്പൂരുകാരനാണ്. പക്ഷേ അച്ഛനും അമ്മയും എല്ലാം വിദേശത്ത്. റഹ്മാൻ പഠിക്കുന്നത് ഊട്ടിയിലെ പ്രശസ്തമായ സ്കൂളിലും. അങ്ങനെ ആ പഠിക്കുന്നതിനിടയിലാണ് പത്മരാജൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്ന് ആലോചിക്കണം. സുഹാസിനി തമിഴ്നാട്ടുകാരിയാണ്, മലയാളം അധികം അറിയില്ല. അപ്പോൾ ലൊക്കേഷനിൽ സത്യത്തിൽ ഇവർ രണ്ടുപേർക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ രണ്ടുപേരും ഇംഗ്ലീഷിലാണ് സംസാരിച്ച് കൂട്ടുകൂടിയെന്ന് ആലോചിക്കണം. ആ സിനിമ വൻ വിജയമായി മാറി. നല്ലൊരു ചെറുപ്പക്കാരനെ ആൺകുട്ടികൾ പോലും ചെറുപ്പക്കാർ പോലും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ മലയാള സിനിമയ്ക്ക് കിട്ടി. പിന്നെ പെൺകുട്ടികളുടെ കാര്യം യുവതികളുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ റഹ്മാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം, നല്ല രീതിയിൽ റഹ്മാൻ വളർന്നു മലയാള സിനിമയിൽ. മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ റഹ്മാൻ അഭിനയിച്ച കുറേ നായികമാർ ലിസ്റ്റ് എടുത്ത് നോക്കി. ഒരു പക്ഷേ മറ്റൊരു നടനും കഴിയാത്ത രീതിയിൽ ഇത്രയധികം നായികമാർ വളരെ ചുരുങ്ങിയ കാലയളവിൽ റഹ്മാനോടൊപ്പം അഭിനയിച്ചു എന്നാലോചിക്കണം. എണ്ണം എടുക്കാൻ കാരണം, ഞാൻ 1986 ഞങ്ങൾ നാനാ വിശേഷപ്പെടുത്തി ഇറക്കി, വലിയ വിശേഷപ്പെടുത്തി ഇറക്കി. 86 ആലോചിക്കണം. അന്ന് ഒരു 6 മാസത്തെ സിനിമയുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആ 6 മാസം റഹ്മാൻ്റെ കൂടെ അഭിനയിച്ച നടികളെക്കുറിച്ച് എടുത്തു എന്നാലോചിക്കണം. അപ്പം അങ്ങനെ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ തിളങ്ങി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന റഹ്മാൻ, വേറൊരു ദോഷമൊന്നുമില്ല. റഹ്മാൻ്റെ ചെറുപ്പമാണ്, 10, 18, 17 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ റഹ്മാൻ്റെ വേറെ വീട്ടിൽ മറ്റുള്ളവരെല്ലാം വിദേശത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇച്ചിരി കുറുമ്പ് കൂടിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. മാത്രമല്ല അത് രസകരമാണ്. കുട്ടികളുടെ ചില പ്രായത്ത് ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ എന്ന് വിചാരിക്കുന്ന പോലെ റഹ്മാൻ്റെ ആ കുസൃത്തരങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഇരിക്കണ റഹ്മാൻ തമിഴ്നാട്ടിൽ ഇവിടെ തിരക്ക്, ഭയങ്കര തിരക്കെന്ന് പറയാം. മലയാള സിനിമയിൽ ഭയങ്കര തിരക്കുള്ള സമയത്താണ് തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത്.